കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആകർഷണീയ ഐതിഹ്യം. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ്. ബൈമോട്ട് ഇ-ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. കേരളത്തിലെ വടക്കേ മലബാർ പ്രദേശം അതിൻ്റെ പ്രകൃതി സൗന്ദര്യം, സമ്പന്നമായ പാരമ്പര്യങ്ങൾ, രുചികരമായ പാചകരീതികൾ, ചരിത്രപരമായ സ്ഥലങ്ങൾ എന്നിവയാൽ വേറിട്ട് നിൽക്കുന്നു. എന്നിരുന്നാലും കേരളത്തിലെ നിരവധി സന്ദർശകരിൽ ഒരു ചെറിയ സംഖ്യ മാത്രമേ കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ പര്യവേഷണം നടത്തുന്നുള്ളൂ. പരമ്പരാഗത കാലരൂപമായ തെയ്യങ്ങൾ അവതരിപ്പിക്കുന്ന പുണ്യവേഷങ്ങൾ, അതിശയിപ്പിക്കുന്ന ബീച്ചുകൾ, പ്രകൃതിരമണീയമായ മലനിരകൾ, വൈവിധ്യമാർന്ന ആചാരങ്ങളും അതുല്യമായ ചരിത്ര സ്മാരകങ്ങളും കണ്ണൂരിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഈ പ്രത്യേക യാത്ര ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. കണ്ണൂരിലെ അഞ്ചരക്കണ്ടി നദിയുടെ തീരത്താണ് മനോഹരമായ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിന് സമാനമായി പടിഞ്ഞാറോട്ട് ദർശനമായാണ് നാഗങ്ങളെ ആരാധിക്കുന്ന പെരളശ്ശേരി ക്ഷേത്രം. എല്ലാ വർഷവും മലയാള മാസമായ ധനു സമയത്ത് ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി ആയിരക്കണക്കിന് ഭക്തർ ഒത്തുകൂടുന്നു. കൂടാതെ ആകർഷണീയമായ ഐതിഹ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ശ്രദ്ധേയമായ വസ്തുവൈവിധ്യയെ അഭിനന്ദിക്കാനും വിനോദസഞ്ചാരികൾ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് അഞ്ചരക്കണ്ടി നദി സാവധാനത്തിൽ ഒഴുകുന്നു. ഇവിടെ വെള്ളത്തിന് കുറുകെയുള്ള തൂക്കുപാലമാണ് പ്രദേശത്തിൻ്റെ ശ്രദ്ധേയമായ സവിശേഷത. ക്ഷേത്രത്തിൻ്റെ തെക്കുപടിഞ്ഞാറായി 75 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിലേക്കിറങ്ങുന്ന സവിശേഷമായ പടികളുള്ള ഒരു കുളമുണ്ട്. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പടിക്കിണറുകളുടെ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. അയണിവയൽ കുളം എന്നറിയപ്പെടുന്ന ഇത് 2001 നവീകരിച്ചു. നിരവധി സിനിമകളിലും സോഷ്യൽ മീഡിയ വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മലയാള മാസമായ ധനു 5 മുതൽ 12 വരെ നടക്കുന്നു. തായമ്പക, ഇരട്ടത്തായമ്പക, ചാക്യാർകൂത്ത്, പട്ടകം, ഓട്ടംതുള്ളൽ, കഥകളി തുടങ്ങി വിവിധ ക്ഷേത്ര കലാരൂപങ്ങൾ ഈ ഉത്സവകാലത്ത് ക്ഷേത്രാങ്കണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. മലയാള മാസമായ തുലാമാസത്തിൽ സംഭവിക്കുന്ന തുലാസംക്രമം ക്ഷേത്രത്തിന് ഒരു പ്രധാന ദിവസമാണ്. കാവേരി സംക്രമം എന്നും അറിയപ്പെടുന്ന തുലാസംക്രമം സമയത്ത് കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം കുളത്തിലേക്ക് ഒഴുകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമന്റെ വനവാസകാലം മുതലുള്ളതാണ് ഈ ക്ഷേത്രം. യഥാർത്ഥത്തിൽ അയ്യപ്പ ക്ഷേത്രമായിരുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. പുരാണങ്ങളിൽ ബ്രഹ്മാവിനെ തടവിലാക്കിയതിനുള്ള തപസ്സായി പെരളശ്ശേരി അയ്യപ്പൻകാവിലെ വറ്റിവരണ്ട കിണറ്റിൽ സർപ്പമായി ഏകാന്തവാസത്തിലായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ. വെയിലിൻ്റെയും മഴയുടെയും തീവ്രമായ ചൂടിൽ നിന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ സംരക്ഷിക്കാൻ സർപ്പങ്ങൾ പത്തി ഉയർത്തും. ശ്രീരാമനും ഹനുമാനും ലക്ഷ്മണനും പെരളശ്ശേരിയിൽ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യമറിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന്റെ വിഗ്രഹം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അയ്യപ്പനോട് അനുവാദം തേടുകയും ചെയ്തു. ശ്രീരാമന്റെ പ്രധാന ശ്രീകോവിലിൽ വിഗ്രഹം സ്ഥാപിക്കാൻ അയ്യപ്പൻ സമ്മതിച്ചെങ്കിലും ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് സ്ഥലം അഭ്യർത്ഥിച്ചു. തുടർന്ന് വിഗ്രഹമായി പ്രതിഷ്ഠിക്കുന്നതിന് അനുയോജ്യമായ ഒരു കല്ല് കൊണ്ടുവരാൻ ശ്രീരാമൻ ഹനുമാനോട് നിർദ്ദേശിച്ചു. എന്നിരുന്നാലും ശുഭമുഹൂർത്തത്തിനു മുൻപ് ഹനുമാൻ എത്താത്തതിനെ തുടർന്ന് ശ്രീരാമൻ തൻ്റെ പെരുവള അഴിച്ചുമാറ്റി സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയായി സ്ഥാപിച്ചു. അപ്പോഴാണ് ഹനുമാൻ കല്ലുമായി അവിടെ എത്തിയത്. ഹനുമാൻ വള നീക്കം ചെയ്ത് കല്ല് ഒരു വിഗ്രഹമായി സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ പെരുവള അദ്ദേഹത്തിന് പോലും ഭാരമുള്ളതായി തെളിഞ്ഞു. കൂടാതെ ഒരു സർപ്പം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടു. ഈ സർപ്പം യഥാർത്ഥത്തിൽ വേഷം മാറിയ സുബ്രഹ്മണ്യനാണെന്ന് ശ്രീരാമൻ തിരിച്ചറിയുകയും വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശ്രീരാമന്റെ പെരുവള സ്ഥാപിച്ച സ്ഥലം പെരുവളശ്ശേരി എന്നറിയപ്പെട്ടത്. അത് പിന്നീട് പെരളശ്ശേരിയായി ചുരുങ്ങി. ഇതിനിടയിൽ ഹനുമാൻ ഒരു ക്ഷേത്രം പണിയുകയും
താൻ കൊണ്ടുവന്ന കല്ല് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മർക്കടനായ ഹനുമാൻ വിഗ്രഹം സ്ഥാപിച്ചതിനാൽ ഈ പ്രദേശത്തിന് മർക്കടശ്ശേരി എന്ന് പേരിട്ടു. അത് ഒടുവിൽ മക്രേരിയായി പരിണമിച്ചു. മക്രേരി ക്ഷേത്രത്തിൽ ദർശനം നടത്താതെ പെരളശ്ശേരി ക്ഷേത്ര ദർശനം പൂർണ്ണമായി കാണാനാകില്ല എന്ന് പറയപ്പെടുന്നു. കല്ലിൽ കൊത്തിയെടുത്ത 6 അടി ഉയരമുള്ള സുബ്രഹ്മണ്യ വിഗ്രഹവും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിൽ ഉൾപ്പെടുന്നു. ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിൽ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടുവെന്നും നിലവിലെ വിഗ്രഹം ഇപ്പോൾ വെള്ളിഗോളത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ചരിത്രപരമായ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു. നാഗങ്ങൾ, അയ്യപ്പൻ, ഗണപതി, ഭദ്രകാളി എന്നിവരും ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ദേവതകളിൽ ഉൾപ്പെടുന്നു. ക്ഷേത്രാങ്കണത്തിൽ ഒരു അശോകവൃക്ഷം സ്ഥിതി ചെയ്യുന്നു. അതിനിടയിൽ ഒരു സർപ്പക്കുഴിയുമുണ്ട്. വിവിധ രോഗങ്ങളിൽ നിന്ന് ശമനം തേടി ഭക്തർ ഭക്തിപൂർവം മുട്ടയും പാലും കുഴിയിലെ സർപ്പങ്ങൾക്ക് സമർപ്പിക്കുന്നു. നാഗദൈവങ്ങളെ ബഹുമാനിക്കുന്നതിനായി ക്ഷേത്രത്തിൽ നിരവധി ആചാരങ്ങളും വഴിപാടുകളും നടത്തുന്നു.